പോകുമ്പം കാട്ടിലേ കൂടി എടപ്പാ ഇത് പോകുന്നതെന്ന് വിചാരിക്കുമെങ്കിലും എത്തിയിട്ടാകുമ്പോൾ ഒരു വൈബ് പ്ലേസിലേക്കാണ് ഞമ്മ പോകുന്നുള്ളത്. എവിടെയെന്ന് അറിഞ്ഞിനാ? റെഡിയല്ല, നമ്മളെ വയലാങ്കുഴിയിലുള്ള തൂക്കുപാലം. ഏത്? അതന്നെ, നമ്മളെ ചെറൂർ തൂക്കുപാലം. ആ പ്ലേസിന്റെ പൊൽസാടെ പോയിട്ട് എന്നാണോ അറിയണമെങ്കിലും ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ തൂക്കുപാലം. കേരളത്തിൽ തന്നെ ഈ തൂക്കുപാലത്തിന് 2ാം സ്ഥാനമാണ് പറയുന്നത്. ഇപ്പം കറക്റ്റാണെന്നറിയല. ഇവിടെ ഉള്ളതൊരു തൂക്കുപാലം മാത്രമാണെങ്കിലും ആ ചുറ്റുമുള്ള വൈബ് ആസ്വദിക്കാനാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇത്. വയലാങ്കുഴിയിൽ നിന്ന് ചേറൂരിലേക്കാണ് ഈ പാലം കണക്ട് ആകുന്നത്. കാണുന്ന ദ്വീപ് പോലെയുള്ള സ്ഥലത്തിനാണ് ഇവർ തുരുത്തി എന്ന് പറയുന്നത്. തുരുത്തിയിലേക്ക് നമ്മളെ മൊച്ചാലും തോണി സവാരിയും കാര്യമെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പോയത് ഉച്ച സമയമായത് കൊണ്ട് അന്ന് പാലത്തിൽ ആരും ഉണ്ടായിട്ട ഒരു അതിഥിനെ മാത്രം ഞാൻ കണ്ടു. ഇതാണത്. ഈ കാണുന്ന പക്ഷിയുടെ പേരെന്തോന്നൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഈയിലെ പോകുന്ന തനി നാട്ടും പ്രദേശം ഇപ്പോൾ നിങ്ങൾക്കൊന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ. എന്തോ ഒരു മജനയിൽ പോവാൻ. പിന്നെ പാലത്തിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ സ്ഥലത്തിനെയാണ് കല്ലങ്കടവ് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കാനല്ല എന്തോ ഒരു പാങ്ങ്. ഇനി ആര് പാലം നോക്കാൻ വന്നെങ്കിലും ഒരു 2 മിനിറ്റ് ഈടെ ഇരിക്കാണ്ട് പോവല്ലോ. അത്രക്കും ചെയ്യലും ഇവിടെ ഇരിക്കാൻ. ഭയങ്കര കാറ്റും തണലെല്ലാം ആയിട്ടും. ഈ കാണുന്നതല്ലേ ഞാൻ പറഞ്ഞ തുരുത്തി. ഓരോ സമയത്ത് ആ കോളിൻ്റെ എല്ലാ സമയത്തല്ലേ കോളെല്ലാം ഇടുന്ന് കിട്ടുന്നു പറക്കാൻ. പാലെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ തുടങ്ങി. പോകുന്നതിൻ്റെ ഇടയിൽ ലൈറ്റായിട്ട് ജ്യൂസോ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ കഴിഞ്ഞു. അവിടെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അവിടേക്ക് വെച്ചാൽ ഉണ്ടാക്കിയത് ലൈം ജ്യൂസാണ്, ഞാൻ ചായ. പിന്നെ കടിയായിട്ട് ഞാൻ ബോണ്ടും കല്ലുമ്മ കൈൻ്റപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കത്. പിന്നെ പിള്ളമാർക്ക് കൈ അയച്ച് വാങ്ങിയിട്ട് കൊടുത്തു. അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.